നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുണ്ട്. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു 2 മാസത്തോളമായി നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും മഴയാണ്, അല്ലേ? അതെ. കേരം തിങ്ങും കേരള നാട്ടിൽ കേരത്തിന് ഭയങ്കര വില. കേരളത്തിന്റെ ഉപ ഉൽപ്പന്നമായ വെളിച്ചെണ്ണയ്ക്ക് ഇരട്ടിയിലധികം വില കൂടും. ഇതിന് അനുബന്ധമായി സാധാരണക്കാരന് കൂലി കൂടുന്നില്ല, കൂലിപ്പണിക്കാരന് കൂലി കൂടും. സാധാരണക്കാരന് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ലോട്ടറി ആണെങ്കിലും ശരി, മദ്യമാണെങ്കിലും ശരി, ഈ ചെറുകിട വ്യാപാര മേഖലയിലെ സാധനം വാങ്ങിയാണെങ്കിലും ശരി, മാർക്കറ്റ് നിലനിൽക്കുന്നു, അല്ല സാറേ? അതെ. എന്താണ് സാറേ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ 450 മേളിൽ 475ഓളം വരുന്നു എന്നാണ് നമ്മുടെ ഒരു അറിവ്. ഒരു 1.5 മാസം മുമ്പ്, 2 മാസം മുമ്പ് 275, 280 നിന്ന വെളിച്ചെണ്ണ 1.5 മാസം കൊണ്ട് ഇരട്ടി. എന്തുകൊണ്ടായിരിക്കും സാറേ അങ്ങനെ വില ഇരട്ടിയോളം ആകുന്നത് സാറേ? ഇതിനെ കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ട ഒരു കാര്യമുണ്ട്. ഈ മഹാരാഷ്ട്ര മാതിരിയുള്ള ഏരിയയിൽ സവോളയുടെ ഉൽപ്പന്നം കൂടുതലായിട്ടുള്ള ഏരിയയില് സവോളയും തക്കാളിയും ഒക്കെ കർഷകരും വഴിയിലിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു കാഴ്ച. കാരണം കർഷകന് കിട്ടുന്ന അവന്റെ ഉൽപാദനത്തിന് ആവശ്യമായ ചെലവിന്റെ പകുതി പോലും കിട്ടുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഈ സാധനങ്ങൾക്ക് ദൗർലഭ്യമുള്ള സമയത്ത് ഭയങ്കരമായിട്ട് വില കൂടുകയും ചെയ്യുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ പൂഴ്ത്തിവെപ്പ് എന്ന് തന്നെ പറയാം. കർഷകന് ഒന്നും കിട്ടുന്നില്ല, പക്ഷേ ഇടനിലക്കാര് കണ്ടമാനം ലാഭം എടുക്കുന്നു. അപ്പൊ ഈ തേങ്ങയുടെ കാര്യത്തിലും നമ്മൾ ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ പറയുന്നത് കരിക്ക് ഇട്ടുകൊണ്ട് പോവുകയാണ്. കരിക്കിന് വില കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നാളികേര കർഷകര് ചില വീട്ടുകാരായിക്കോട്ടെ ഈ കരിക്കുകാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഈ 2 മാസത്തോളമായി നിന്ന് പെയ്യുന്ന മഴയത്ത് ആര് കരിക്ക് കുടിക്കുന്നത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാജ ലോബിയുടെ ഒരു ഉപ ഉൽപ്പന്നമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവരൊരു കാരണം കണ്ടുപിടിക്കുന്നു. പക്ഷെ യഥാർത്ഥ കർഷകന് ഏതെങ്കിലും കാര്യത്തിൽ കൃത്യമായ വില കിട്ടുകയോ അല്ലെങ്കിൽ തൊഴിലാളിക്ക് അവരുടെ വേതനം ഈ രീതിയിൽ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ആകപ്പാടെ ഉണ്ടാകുന്ന ഇത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കേരളത്തിലെ വില കണ്ടമാനം ഉയർന്നിരിക്കുന്നു. എന്നാൽ കേര കർഷകർ എന്ന കേരളത്തിന് ആ പേര് വന്ന ഈ നാളികേരത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് കേരളത്തിലെ കർഷകന് ഇതിന്റെ യാതൊരു ഗുണവും ഇല്ല. കേരളത്തിലെ നാളികേരത്തിന്റെ ഉൽപ്പന്നം വളരെ അധികം കുറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ വെളിയിലാണ് ഇന്ന് ഉൽപാദനം കൂടുതൽ. ഓണം വന്നാലും വിഷു വന്നാലും ഓരോ കുമ്പിളിൽ കഞ്ഞി. അത് തന്നെ കർഷകർക്കെന്നും അധോഗതിയില്ല സാർ. അത് തന്നെ. കാരണം കർഷകരെന്നും പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇന്ന് കാർഷിക വൃത്തിയിലേക്ക് ആൾക്കാർ വരാൻ തന്നെ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ യുവത്വം ഒന്നും കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല. പക്ഷെ ഉള്ള കർഷകർക്ക് അവരുടെ വിലയും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മൊത്തം ഇടനിലക്കാർ കൊണ്ടുപോയി. ഇപ്പം വെളിച്ചെണ്ണയുടെ വില തന്നെ 2 മാസം മുമ്പ് 275 രൂപയിൽ നിന്ന് വെളിച്ചെണ്ണയുടെ വില ഇന്ന് 475. പറഞ്ഞു കേൾക്കുന്ന വെച്ച് ഒരു മാസത്തിനുള്ളിൽ ഇത് 600 വരെ പോകുന്നതാണ്. ഇത് വിപണിയിൽ സർക്കാർ ഇടപെടുന്നുണ്ടോ? വിപണിയിൽ സർക്കാർ ശക്തമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ഉണ്ടാകത്തില്ലായിരുന്നു. ഇത് സംഭരണവും അതുപോലെ തന്നെ കൃത്രിമ സമയത്ത് നമ്മുടെ ഗവൺമെന്റുകൾ ഇടപെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ഇതിന്റെ വില കുറയ്ക്കാമായിരുന്നു. നമ്മുടെ സർക്കാർ തീർച്ചയായിട്ടും ഇടപെടണം, അല്ലേ സാർ? തീർച്ചയായും ഇടപെടേണ്ടതുണ്ട്. കാരണം ഈ നമ്മുടെ എല്ലാ വിളകൾക്കും നല്ല വില കിട്ടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ സാറേ ഇടയ്ക്കേറി പറയുന്നുണ്ട് ഒന്നും തോന്നല്ലേ സാറേ? ഈ ഇങ്ങനെ നിൽക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ വില വർദ്ധിക്കുമ്പോൾ വ്യാജ വെളിച്ചെണ്ണയുടെ പേരിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ ഇറങ്ങത്തില്ല സാർ? വളരെയധികം ഉണ്ടാകുന്നുണ്ട്. പറഞ്ഞു കേൾക്കുന്ന വെച്ച് നമ്മുടെ വണ്ടികൾ ഉപയോഗിക്കുന്ന ഓയിൽ പോലും ഫിൽട്ടർ ചെയ്തിട്ട് വെളിച്ചെണ്ണയുടെ മായമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷം എന്തുമാത്രമാണെന്നുള്ളത് പല ഗവേഷണങ്ങൾക്കകത്തും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ഗവൺമെന്റുകൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അതിനെക്കുറിച്ച് കൃത്യമായി അവലോകനം നടത്തുന്ന അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനെല്ലാം നടപടി വേണം. കർഷകന് അവന്റെ വിലയ്ക്ക് മാന്യമായ വില വേണം. പക്ഷെ അത് കർഷകന്റെ കയ്യിൽ തന്നെ കൃത്യമായി എത്തണം. അല്ലാതെ ഇപ്പം നാളികേരത്തിന്റെ വില കൂടിയിട്ട് അത്
അതിന്റെ ഇടനിലക്കാർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കൃത്യമായി കർഷകന് അവന്റെ വിലയ്ക്ക് വില കിട്ടണം. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ കൃത്യമായ വില ഉണ്ടാകണം, കർഷകന് പ്രയോജനം ഉണ്ടാകണം. തീർച്ചയായും ഇടപെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കർഷകരെ രക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഈ വില കൃത്യമായ ഒരു നിശ്ചിത നിലവാരത്തിൽ നിർത്തുകയും ചെയ്യണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം ഇടപെടേണ്ടത്. എവർക്കും നമസ്കാരം.